ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് കണ്ടല്ലോ, അതാ കണ്ടില്ലേ, 2-3 ഉരുളക്കിഴങ്ങും പിന്നെ ഒരു സവോളയും തക്കാളിയും പച്ചമുളകൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് നല്ലൊരു ഉരുളക്കിഴങ്ങ് വറുത്തരച്ച കറി വെക്കാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ ഇന്ന്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങ് വറുത്തരച്ച കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരെല്ലാവരും വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ആ ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയതാ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതാ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് അടുപ്പയിൽ വെച്ച് വേവിക്കാവേ. അപ്പോൾ തക്കാളി ഇപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ തക്കാളി ഇതിൻ്റെ കൂടെ ഇപ്പോൾ ചേർത്ത് കഴിയുമ്പോഴത്തേക്കിന് തക്കാളി നന്നായിട്ട് വെന്ത് പോവേ, അതുകൊണ്ടാണ് തക്കാളി ഇപ്പോൾ ചേർക്കാത്തത് കേട്ടോ. അപ്പം ഇതാ അടുപ്പയിൽ വെച്ച് ഒന്ന് തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇപ്പോൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഈ രീതിയിൽ ഉരുളക്കിഴങ്ങ് വറുത്തരച്ച് കറി വയ്ക്കാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മിക്കവരും ഇങ്ങനെ ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പം ഞാൻ ഉണ്ടാക്കുന്നത് ഈ രീതിയിലാട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഉരുളക്കിഴങ്ങ് ഇങ്ങനെ വറുത്തരച്ച് കറി വെച്ച് കഴിയുമ്പോഴേ. അപ്പോൾ ദാ ഉപ്പൊക്കെ ചേർത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് തുറന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മുടെ കിഴങ്ങൊക്കെ ഏകദേശം വെന്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ ആദ്യം തക്കാളി ചേർത്ത് കൊടുക്കാത്തത് എന്നാന്ന് വെച്ചാൽ തക്കാളി അങ്ങ് വെന്ത് നന്നായിട്ട് അങ്ങ് ഉടഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ തേങ്ങ വറുത്തരച്ച ഉരുളക്കിഴങ്ങ് കറിയല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് തേങ്ങ ഇതുപോലെ നന്നായിട്ട് ചിരണ്ടി ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ തേങ്ങ ഇങ്ങനെ പെട്ടെന്ന് വറന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ തേങ്ങ ചിരണ്ടി കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ മിക്സിയിലിട്ടൊന്ന് കറക്കി കഴിയുമ്പോഴത്തേക്കിന് ഒന്ന് കൃഷി ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനുണ്ടല്ലോ തേങ്ങ നന്നായിട്ട് തേങ്ങ വറുത്ത് കിട്ടും കേട്ടോ. അപ്പം ഈ രീതിയിൽ തേങ്ങ വറക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ കേട്ടോ. അപ്പോൾ ആ തേങ്ങയൊക്കെ ഇങ്ങനെ വന്ന് ഏകദേശം ഒരു ചെറിയ കളറൊക്കെ ഇങ്ങനെ മാറി വന്നപ്പോഴത്തേക്കിന് ഞാൻ കുറച്ച് പെരിഞ്ചീരകവും ഒരു 2-3 പട്ടയുടെ ഒരു ചെറിയ പീസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ പട്ടയും നമ്മുടെ പെരിഞ്ചീരകവും ഒക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കറിക്ക് നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ലാസ്റ്റ് വേറൊരു നല്ലൊരു രസക്കൂട്ടും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പം ആ ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ ലാസ്റ്റ് ഞാൻ ചേർക്കുന്നതായിരിക്കും. നമ്മുടെ കറിക്ക് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ അത് ചേർക്കുന്നത്. അപ്പം നമ്മുടെ തേങ്ങയൊക്കെ ഇങ്ങനെ നന്നായിട്ട് വന്നതിന് ശേഷം ഏകദേശം കളറൊക്കെ മാറി വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിന് നമുക്ക് എരിവിനനുസരിച്ചുള്ള കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാവേ. മുളക് പൊടി ഒരു ചെറിയ സ്പൂണാട്ടോ, ആ ചെറിയ സ്പൂണിന് ഒരു 2-3 സ്പൂണാട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തതിന് ശേഷം ഒരു ചെറിയ അതേ സ്പൂണിന് തന്നെ ഒരു ചെറിയ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണേ. അപ്പം മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഇട്ടതാ നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് വറന്ന് നല്ല കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് തണുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ? വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ എല്ലാവരും ഓരോ ലൈക്ക് വെച്ച് തരണം കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ വറുത്ത് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ വെന്ത് വന്ന ഉരുളക്കിഴങ്ങിന് ഞാൻ ചെറുതാക്കി ഒന്ന് ഉടച്ചു കൊടുക്കുകയാണേ. അതെന്താണെന്ന് വെച്ചാൽ ഒത്തിരി അങ്ങോട്ട് നമുക്ക് ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുന്ന ഉരുളക്കിഴങ്ങ്, പിന്നെ കുറച്ചൊന്ന് ഉടഞ്ഞും കൂടി ഇരിക്കുമ്പം അങ്ങനെ കഴിക്കുമ്പോഴത്തേക്കിന് കറി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. മൊത്തം നന്നായിട്ട് അങ്ങ് ഉരുളക്കിഴങ്ങ് പോലെ അങ്ങ് ഉടയ്ക്കാതെ കിടന്നാലും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നന്നായിട്ട് ഉടയ്ക്കാതെ ചെറുതാക്കി ഒന്ന് ചിലത് ഉടച്ചു ചിലത് ഉടയ്ക്കാതെ ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാം ഉടച്ചതിന് ശേഷം നമ്മളിതാ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങ അരപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണേ. അപ്പോൾ തേങ്ങ അരപ്പ് ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കറി ഒന്ന് പതുക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കും കേട്ടോ. അപ്പം നമ്മൾ വറുത്തരച്ച കറി ആയതുകൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് തേങ്ങ ഒന്ന് തിളച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ തിളച്ച് കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ തേങ്ങയിൽ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങ പ്രത്യേകിച്ച് എണ്ണയൊന്നും ചേർത്തിട്ടില്ല. നമ്മൾ തേങ്ങ വറക്കാൻ നേരം കുറച്ച് എണ്ണ ചേർത്തിട്ടുണ്ടായിരുന്നേ, അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി കേട്ടോ. അപ്പോൾ കറിയൊക്കെ നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വന്നിട്ട് നമ്മളത് മാറ്റി വെക്കും കേട്ടോ, അടുപ്പേന്ന് മാറ്റി വെക്കുക. അതിന് ശേഷം നമ്മളിതാ കടുക് താളിക്കാൻ പോകും കേട്ടോ. അപ്പോൾ കടുക് പൊട്ടിക്കുമ്പോഴത്തേക്കിന് ഒരു ചട്ടി അടുപ്പേ വെച്ച് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് പിന്നെ കടുകും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുവാണേ. അപ്പം കടുകും കൂടി ഇട്ട് കൊടുത്തിട്ട് കടുകിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയ അല്ലി ഉള്ളി ഇല്ലായിരുന്നു, ചെറിയ ഉള്ളി ഇല്ലായിരുന്നേ. അതിന് പകരം ഞാൻ ചെറിയ സവോള ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞതാട്ടോ. ചെറിയ സവോള അരിഞ്ഞതും പിന്നെ 2-3 വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് കടുക് നന്നായിട്ട് പൊട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ കൂട്ടുകാരെല്ലാം വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയാൻ മറക്കരുതേ. എല്ലാ കൂട്ടുകാരും കമൻറ്റ് അയക്കാറുണ്ട്, പക്ഷേ അതുപോലെ കമൻറ്റ് അയക്കുന്ന പോലെ ലൈക്കൊന്നും കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ പറ്റുന്ന കൂട്ടുകാർ കമൻറ്റ് ഇടുന്ന സമയം ആ കൂട്ടത്തിൽ ലൈക്കും കൂടി ഒന്ന് തരണേ.
പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെയൊക്കെ ഒന്ന് കൂട്ടാക്കണം കേട്ടോ. അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ നമ്മുടെ കറിക്ക് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ഒരു ലാസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കുന്നുണ്ടെന്ന്, സ്പെഷ്യൽ മസാല. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ രസക്കൂട്ടെന്ന് പറയുന്നത്. അപ്പം വേറൊന്നുമല്ല, കുറച്ച് ഗരം മസാല കേട്ടോ. അപ്പം ഈ ഗരം മസാല ഇതിൻ്റെ കൂടെ ഒന്ന് മൂപ്പിച്ചിട്ടിട്ട് കഴിയുമ്പോഴത്തേക്കിനും നല്ല അടിപൊളി ടേസ്റ്റും മണവും ഒക്കെ നമ്മുടെ കറിക്ക് കിട്ടും കേട്ടോ. നല്ല ഇറച്ചിക്കറിയുടെ ഒരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഉരുളക്കിഴങ്ങ് വറുത്തരച്ചിങ്ങനെ കറി വെച്ച് കഴിയുമ്പോഴേ. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് കറിക്കകത്തേക്ക് നമ്മൾ കടുക് താളിച്ചതും കൂടെ ഒഴിച്ച് പതുക്കെ ഒന്ന് ഇളക്കി കഴിഞ്ഞ് നമ്മുടെ കറി ഒന്ന് എടുത്ത് കഴിച്ച് കഴിയുമ്പോൾ എന്താ ടേസ്റ്റ് എന്നറിയാവോ. ചോറിൻ്റെ കൂടെ കഴിക്കാനും പിന്നെ അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ വേഗം ഒന്ന് തയ്യാറാക്കി നോക്കിക്കോണേ. അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ.